എടാ ഞാൻ നിർത്തിയിട്ടാ, എനിക്ക് മതി. സ്റ്റോപ്പ്. 4 അടിച്ചു കയറ്റിട്ടാ പറയണത് നിർത്തിയെന്ന്. നീ എന്താ ഈ ആലോചിച്ചോണ്ടിരിക്കണത്? അതൊന്നുമില്ലടാ, നമ്മുടെ പുതിയ തലമുറയുടെ കാര്യമില്ലേ, ഏകദേശം തീരുമാനമായ ലക്ഷണമാണ്. അവർക്ക് ഉപദേശവും മാർഗനിർദ്ദേശവും അവരൊരു വഴികാട്ടിയൊക്കെ ആയിട്ട് നിൽക്കേണ്ട കാരണവന്മാരല്ല നമ്മളിങ്ങനെ വെള്ളടിച്ചിട്ട്. അതൊക്കെ ഇപ്പൊ എന്തിനാണ് ആലോചിക്കുന്നത്? അവിടെ ഇന്നലെ ജിമ്മിൽ പോകാൻ വേണ്ടി ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയ ഒരു വലിയ കാറ്റ് വന്നിട്ട് എന്നെ എടുത്തിട്ട് നേരെ കൊണ്ടെത്തിച്ച നമ്മളെ കീർത്തി പാർട്ടും. സ്വാഭാവികോ? ഞാൻ കയറി 2 അടിച്ച പൂക്കുറ്റിയായിട്ട് റൂമിൽ വന്ന് കിടന്നു തുടങ്ങി. പിന്നെ നിങ്ങൾക്കറിയോ, ഞാൻ ഇന്ന് രാവിലെ എനിക്കാരെ അടിക്കണ്ടെന്ന് ഇങ്ങനെ കരുതും. പിന്നെ ജോലി കഴിഞ്ഞിട്ട് വന്നാല് അടിക്കാണ്ട് പറ്റില്ലടാ. അടിച്ച ബൂസായിട്ട് നല്ല ഉറക്കണ്ട ഉറങ്ങി. എന്തൊരു ആശ്വാസം എന്നറിയപ്പോ അതൊരു സുഖമാണ്. അല്ലെങ്കിലും നമ്മൾ ഈ മലയാളികൾക്കാണ് മദ്യം എന്താ പറയണത്, എന്താ ഇനി പറയണത്, മദ്യം എന്താണ് മദ്യം വിഷാണ്, മണ്ണാങ്കട്ട. ഇംഗ്ലീഷുകാരെ നോക്കിയ നീ മദ്യം മെഡിസിൻ ആണെന്ന് പറയുന്നത് അല്ലേ? റമ്മ് എന്താ റെഗുലർ യൂസിങ് മെഡിസിൻ. ഇതിപ്പോ ഏതാ മാസം? ഇത് ഓഗസ്റ്റ് ആണല്ലോ. ഈ ആഗസ്റ്റ് കഴിഞ്ഞിട്ടുള്ള 4 മാസങ്ങളുണ്ടല്ലോ ഇംഗ്ലീഷുകാര് ബാറിൽ പോയി അടിക്കേണ്ട മാസങ്ങളാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അല്ലാണ്ട് അറിഞ്ഞാണ് ഒരു മാസത്തിന്റെ അവസാനം കൊണ്ട് ബാറി ചേർത്തേക്കണത്. തണുപ്പല്ലടാ ബാറി. ഇവനിപ്പ ഇങ്ങനെയല്ല പറയാം. അമ്മച്ചെന്നെ കണ്ട എന്താ പറയുന്നത് അറിയോ? അപ്പച്ചൻ പിന്നെ കാണുമ്പോ എന്താ പറയുന്നത് അറിയോ? അത് പോട്ടെ, ഒരു സമാധാനത്തിന്, ഒരു മനസമാധാനത്തിന് നമ്മള് പള്ളിയിൽ പോകും. പള്ളിയിൽ അച്ഛൻ എന്നെ കാണുമ്പോ പറയുന്ന എന്താ അറിയോ? മദ്യം ശത്രുവാണ്, മദ്യം ശത്രുവാണ്. അപ്പൊ ബൈബിളിലെ ക്രിസ്തു എന്താ പറഞ്ഞേക്കണത്? എന്താ നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കാനല്ലേ പറഞ്ഞേക്കണത്? അപ്പൊ മനസ്സിനൊരാനന്ദം രണ്ടു തുള്ളിയകത്തു ചെന്നാൽ സ്വർഗലോകമാണോ, സ്വർഗലോകമാണ്.